നിങ്ങൾക്കറിയോ, നമ്മളിൽ ഭൂരിഭാഗം പേരും എങ്ങനെ മരിക്കണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്, അല്ലാതെ എങ്ങനെ ജീവിക്കണം എന്നല്ല. നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെ എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ മരിക്കുന്നു എന്നുള്ളതാണ്. ചിലർ ബെഡിൽ കിടന്ന് മക്കളുടെയും കൊച്ചുമക്കളുടെയും ഇടയിൽ ഇരുന്ന് മരിക്കും, ചിലർ റോഡിൽ കിടന്ന് മരിക്കും, ചിലർ രാജകീയമായിട്ട് വെടിയൊക്കെ വെച്ച് മരിക്കും. അങ്ങനെ പല രീതിക്കുള്ള മരണങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഭൂരിഭാഗം പേര് ചിന്തിക്കുന്നത് വയസ്സാം കാലത്ത് എന്താവും, വയ്യാത്ത നേരത്തെ നമ്മൾ ആരെ നോക്കും. എൻഡ് പോയിന്റ് ഈസ് മരണത്തോടടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം എന്തായിരിക്കും എന്നുള്ളത് മാറ്റാൻ വേണ്ടിയാണ് പലരും ജീവിക്കുന്നത്. ഇത് ഞാനിപ്പോൾ പറഞ്ഞപ്പം ഇത് ശരിയാണെന്നും പറഞ്ഞ് ചിന്തിച്ച് ഒരുപാട് പേര് കാണും. മണ്ടന്മാരാണ് നിങ്ങൾ. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് കേൾക്കുക, ചിന്തിക്കാതെ അതങ്ങ് വിശ്വസിക്കുക. ഇപ്പോൾ ചെയ്യുന്നത് എൻ്റെ ഉള്ളിലൊരു തോട്ട് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് ശരിയാണെന്ന് തോന്നുന്നു, ഇത് ഞാൻ പറയുന്നു. നാളെ ചിലപ്പോൾ കുറച്ചുകൂടെ ചിന്തിക്കുമ്പോൾ എനിക്ക് തെറ്റാണെന്ന് തോന്നുന്നു, ഞാൻ അത് മാറ്റി പറയും. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ അത് മാറ്റി ചിന്തിക്കുമോ? ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് കേട്ടിട്ട് സ്വന്തം മോറലും ലോജിക്കൊക്കെ വെച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. എന്നിട്ട് എന്താണ് ശരി തെറ്റെന്നുള്ളത് അവനവൻ്റെ കാര്യത്തിൽ എടുക്കുക. കാരണം ഈ ശരി തെറ്റെന്നുള്ളതൊക്കെ പേഴ്സ്പെക്റ്റീവാണ്. ഈ ജാതി മതം ദൈവമൊക്കെ തെറ്റാണെന്ന് ഞാൻ പറയാം, പക്ഷേ വേറെ ആൾ പറയാം അതൊക്കെ ശരിയാണ്. ഇതെല്ലാം പേഴ്സ്പെക്റ്റീവാണ്. എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ശരിയും തെറ്റുമല്ല നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ. അപ്പോൾ ഞാനെന്നല്ല ഈ പറയുന്നത്, ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ആൾക്കാർ ഓരോന്ന് വിളിച്ച് പറയും. ഇതൊക്കെ കേട്ടിട്ട് അവനവൻ്റെ യുക്തിക്കനുസരിച്ച് ചിന്തിച്ചിട്ട് വേണം തീരുമാനം എടുക്കുക. അല്ലാതെ ആരെങ്കിലും വന്നിരുന്ന് പറഞ്ഞാൽ അതാണ് ശരി. സ്വയമേ ചിന്തിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ മാനിപ്പുലേഷൻ്റെ അടിമകളായിട്ട് ജീവിക്കേണ്ടി വരും. സ്വയം യുക്തിബോധവും ചിന്തയും വളർത്താൻ ശ്രമിക്കുക. മറ്റുള്ളവർ പറയുന്നവരെ അതേപോലെ അങ്ങ് വിഴുങ്ങല്ല്. ഞാൻ നാഷണലിസത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടു. അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരു ഹെൽത്തി മാനറിൽ 2 പേര് നന്നായിട്ട് ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള എന്നെക്കാളും സ്മാർട്ടായിട്ടുള്ള ഓഡിയൻസിനെയാണ് എനിക്ക് ആവശ്യം, അല്ലാതെ ലോ ഐക്യു ആയിട്ടുള്ള എന്തെങ്കിലും പറയുമ്പോൾ വന്ന് തെറിയും വിളിച്ച്, കാരണം അവർക്ക് വേറെ ഒന്നും പറയാനില്ല, തെറി വിളിച്ച് തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമുള്ള ലോ ഐക്യു പീപ്പിൾസിന് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ തൊട്ട് എൻ്റെ ഉള്ളിലൊരു ഫയറാണ്. എനിക്ക് ഇനിയും പഠിക്കണം, ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കണം, എനിക്ക് ഇമ്പ്രൂവ് ആവാൻ ഒരുപാടുണ്ട് എന്നുള്ളത് എന്നെ ബോധ്യപ്പെടുത്തിയത് ഇവരുടെ ആർഗ്യുമെൻ്റാണ്. ഐ ആം ഹിയർ ടു ബിൽഡ് മൈസെൽഫ്. എനിക്ക് എന്നെ ഇമ്പ്രൂവ് ചെയ്യണം. എനിക്ക് അങ്ങനെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനാണ് എനിക്ക് ആവശ്യം. പക്ഷേ ഈ മണി, ഫെയിം ഇതിനേക്കാളുമൊക്കെ ആവശ്യം എൻ്റെ പൊട്ടൻഷ്യലിൻ്റെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, നല്ല നോളജ് ഉണ്ടാക്കുക. അതൊക്കെയാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നത്, എനിക്ക് ജീവിക്കാനുള്ളൊരു തോന്നലുണ്ടാക്കുന്നത്. അല്ല, ഞാൻ ഐലിസത്തിൻ്റെ ഒരു വീഡിയോ ഇന്നലെ ഷൂട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ഭയങ്കര കാമാണ്. എനിക്കുണ്ടായിരുന്ന ഫയറൊക്കെ പോയി. അങ്ങനെ കട്ടിൽ കുറേ നേരം ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്ത് കിടന്നപ്പോൾ എൻ്റെ മൈൻഡിൽ ഒരാൾ വന്നു. ഡോണ്ട് ബി എ പീസ് ഓഫ് ഷിറ്റ്. വേറെ ആരുമല്ല, ഡേവിഡ് ഗോഗിൻസ്. ജീവിതത്തിൽ ഒരാളെ കണ്ടിട്ട് അസൂയ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഡേവിഡ് ഗോഗിൻസാണ്. അങ്ങേരുടെ മെൻ്റൽ ടഫ്നെസ് കാണുമ്പോൾ എനിക്ക് കൊതിയാവും, എനിക്ക് അതുപോലെ ആവണമെന്ന് തോന്നും. അപ്പോൾ ഇങ്ങനെ കിടന്ന് എനിക്ക് പെട്ടെന്ന് വീണ്ടും ഞാൻ വെറും ദുരന്തമാണെന്ന് തോന്നിപ്പോയി. പിന്നെ ഞാൻ കുറേ അങ്ങേരുടെ ഇൻ്റർവ്യൂ ഇതൊക്കെ കണ്ട് വീണ്ടും ഫയർ കയറ്റി വന്ന് ഇപ്പോൾ ഈ മനുഷ്യൻ അറിഞ്ഞിടത്തോർക്കാം, ഇതാണ് ഡേവിഡ് ഗോഗിൻസ്. ഈ ബുക്ക് ഞാൻ പല ദിവസവും എടുത്ത് വായിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഈ ചുമ്മാ വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ ഒക്കെ കൊടുത്ത് ഇങ്ങനെ വെറുതെ സമയം വേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ബുക്ക് കംപ്ലീറ്റ് വായിച്ചിട്ട് ഇനി ഞാൻ അടുത്ത് എന്തെങ്കിലും ചെയ്യും. ഒരു റോൾ മോഡലായിട്ട് എടുക്കുന്നതിന് മുമ്പ് ആളുടെ കംപ്ലീറ്റ് കാര്യം അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ ഇത് ഫുള്ള് വായിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെക്കുറിച്ച് സംസാരിക്കും. ഈ ഡേവിഡ് ഗോഗിൻസിനെ കാണുമ്പോഴാണ് ഞാൻ വീക്കാണ്, ഇങ്ങനത്തെ വീക്ക് ഹാബിറ്റ്സ് നിർത്തണം, മരിക്കുന്നതിന് മുമ്പ് എൻ്റെ പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരുന്നത് ഈ ഡേവിഡ് ഗോഗിൻസിനെ കാണുമ്പോഴാണ്. എൻ്റെ വീക്കായിട്ടുള്ള മെൻറ്റാലിറ്റി, ഹാബിറ്റ്സ് എല്ലാം ഞാൻ ജനുവരിക്കുള്ളിൽ നശിപ്പിച്ചിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ബുക്ക് വായിച്ച് കഴിയുമ്പോൾ എൻ്റെ ക്യാരക്ടറിന് ഒരു ചേഞ്ച് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.